ഓക്കെ, നമ്മൾ ഇതിൽ പ്രൈമറി ഡാറ്റാബേസ്, ഈ വീഡിയോ നമുക്ക് പ്രൈമറി ഡാറ്റാബേസിൻ്റെ കണ്ടന്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. പ്രൈമറി ഡാറ്റാബേസിൽ രണ്ട് പാർട്ട് ഉണ്ട്. ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറയുക ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസിൻ്റെ കണ്ടന്റ് ആയിരിക്കും. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ്. അപ്പം അതിൽ തന്നെ സ്ട്രക്ചറൽ ഡാറ്റാബേസ്, സ്പെഷ്യൽ ഡാറ്റാബേസ് എന്നിട്ട് വേറെ കാറ്റഗറി ഉണ്ട്, നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ പ്രൈമറി ഡാറ്റാബേസിൻ്റെ കേസിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് മൂന്നെണ്ണമാണ്. മൂന്നെണ്ണം എന്ന് പറയുന്നത് ഒന്ന് EMBL ആണ്, രണ്ട് DDBJ ആണ്, മൂന്നാമത്തത് ജീൻ ബാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം രസീം. ഒന്നാമത്തത് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ്. ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രൈമറി ഡാറ്റാബേസിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ഡാറ്റാബേസ്, എന്താണ് ബയോളജിക്കൽ ഡാറ്റാബേസ്, എന്താണ് പ്രൈമറി ഡാറ്റാബേസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം എഴുതിയിരിക്കണം ആസ് എൻ ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് എന്നും, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസും അതുപോലെ തന്നെ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസും നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാം. സ്ട്രക്ചറലും സ്പെഷ്യലും നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് പ്രൈമറി ഡാറ്റയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടന്റ് ആണ് എന്ത്? ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഫ്രം ഓൾ അവൈലബിൾ റിസോഴ്സസ്, എക്സാമ്പിൾ EMBL, DDBJ ആൻഡ് ജീൻ ബാങ്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ ഫസ്റ്റ് വൺ EMBL. ഞാൻ നേരത്തെ പറഞ്ഞു EMBL അതുപോലെ തന്നെ DDBJ, ജീൻ ബാങ്ക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും ആ ഐഡിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 4-5 മാർക്ക്. ഓക്കെ, നൗ EMBL. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ ഞാൻ പറഞ്ഞു. EMBL സ്റ്റാൻഡ്സ് ഫോർ യൂറോപ്യൻ മോളിക്കുലാർ ബയോളജി ലബോറട്ടറി. ഫുൾ സ്റ്റോപ്പ്. നിങ്ങൾ ബുക്കിലുള്ള കണ്ടന്റ് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഇരുന്നിട്ട് നിങ്ങളിത് ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. EMBL ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് collect and present nucleotide sequence and annotation with the comprehensive global coverage. അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, now through database cross-referencing and extensive integrative capacity of sequence retrieval system, the data can be viewed in context of over 200 locally held data libraries. നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ലോക്കൽ ലൈബ്രറീസിനെ ഇന്റർ കണക്ട് ചെയ്തിട്ട് മെയിൻ സ്ട്രീമിൽ കൂടെ EMBL കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡാറ്റ റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. Now this genomes web server include 2494 completed genomes. ഓക്കെ, സോ ടിൽ ഡേറ്റ് ഇത്രയും നമ്പർ ഡാറ്റയാണ് EMBL അവൈലബിൾ ആയിട്ടുള്ളത്. ടിൽ ഡേറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ബുക്ക് എഴുതുന്ന സമയത്താണ്. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതൊരിക്കലും ഇതിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? EMBLൻ്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. 5 മാർക്കിന് പ്രൈമറി ഡാറ്റ ചോദിച്ചു കഴിഞ്ഞാലും EMBLൻ്റെ കണ്ടന്റ് ഇത്രയായിരിക്കും എഴുതേണ്ടത്. ഓക്കെ, നൗ കമ്മിങ് ടു ദി സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? DDBJ ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ദ ഫുൾ ഫോം ഫസ്റ്റ്. DDBJ സ്റ്റാൻഡ്സ് ഫോർ DNA ഡാറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ. ഫുൾ സ്റ്റോപ്പ് ഇടുക. ഈ ബ്രാക്കറ്റിലുള്ള കണ്ടന്റ് മാറ്റി പുറത്തേക്ക് ഇടുക. DDBJ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സ്, ജപ്പാൻ, with the support of Ministry of Education, Science, Sports and Culture. So ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള, ജപ്പാൻ ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഡാറ്റാബേസ് ആണ്, ജീൻ ഡാറ്റാബേസ് ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ആണ് DDBJ എന്ന് പറയുന്നത്. Now DDBJ was served as DDBJ served as one of the 3 collaborative international database along with the EMBL and the gene bank. EMBL, gene bank
അതുപോലെ തന്നെ DDBJ എന്ന് പറയുന്നത് 3 വേൾഡ് വൈഡ് കൊളാബറേറ്റീവ് ആയിട്ടുള്ള ജീൻ സീക്വൻസിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. മൂന്നും ചേർന്ന ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, നൗ coming down, the principal purpose of DDBJ operation is to improve the quality of international nucleotide sequence database. Okay, DDBJ എന്ന് പറയുന്നത് ഇറ്റ്സ് മീൻ ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ്. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് അടുത്ത പേജിലേക്ക് 175ലേക്ക് പോയിട്ട് DDBJ make efforts to describe information on the INSD എന്ന് ഇവിടെ ചേർക്കുക, INSD data as rich as possible. Now സീക്വൻസ് സബ്മിഷൻ ടൂൾ എന്ന് പറയുന്നത് DDBJയുടെ കേസിൽ സീക്വൻസ് സബ്മിഷൻ ടൂൾ അറിയപ്പെടുന്നത് സാക്കുറ എന്നാണ്, അതും കൂടെ മെൻഷൻ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി DDBJ. ഓക്കെ, ഇപ്പൊ DDBJ കണ്ടന്റ് ഇത്രയാണ് എഴുതേണ്ടത്. അത് 5 മാർക്കിനായാലും 2 മാർക്കിനായാലും സെയിം കണ്ടന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. Now തേർഡ് എക്സാമ്പിൾ ആണ് എന്ത്, ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് തേർഡ് എക്സാമ്പിൾ ആണ് ജീൻ ബാങ്ക്. ഇപ്പൊ ജീൻ ബാങ്കിന്റെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. ജീൻ ബാങ്ക് ഈസ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് ആൻഡ് അനോട്ടേറ്റഡ് കളക്ഷൻ ഓഫ് ഓൾ പബ്ലിക്കലി അവൈലബിൾ DNA സീക്വൻസസ്, and there are approximately this number bases in this number records in the traditional gene bank divisions. Gene bank is a part of International Nucleotide Sequence Database INSD നമ്മൾ പറഞ്ഞു collaboration which comprises DDBJ and EMBL. നമ്മൾ ഈ 3 എണ്ണം പറയുമ്പോഴും നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് INSD along with the other 2 എന്ന് പറയാം. 3 ചോദിച്ചു കഴിഞ്ഞാലും ജീൻ ബാങ്ക് ചോദിച്ചാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് INSD അലോങ് വിത്ത് EMBL ആൻഡ് DDBJ. ഇനി DDBJ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് INSD അലോങ് വിത്ത് EMBL ആൻഡ് ജീൻ ബാങ്ക്. അങ്ങനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് 3ലും എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. നിർബന്ധമായിട്ട് അത് ഉണ്ടാവുകയും വേണം, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദീസ് 3 ആർ ദ പാർട്ട് ഓഫ് INSD. ഓക്കെ, ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസിന്റെ പാർട്ടാണ് ഇത് എന്നുള്ളത്. അപ്പം അത് ചേർത്ത് വെക്കണം, മറന്നു പോകരുത്. Okay, now these 3 organizations exchange data on daily basis. ഓക്കെ, അപ്പം നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും DDBJയിലോ അല്ലെങ്കിൽ EMBLോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജീൻ ബാങ്കിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിം ഡാറ്റ അവൈലബിൾ ആയിരിക്കും. കാരണം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പരസ്പരം ഡെയിലി ബേസ് ആയിട്ട് ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ജീൻ ബാങ്കിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ത്രൂ EMBL അല്ലെങ്കിൽ DDBJ. ഓക്കെ, now ജീൻ ബാങ്കിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലിയർ കട്ട് എക്സാമ്പിൾ ഓഫ് പെർഫെക്റ്റ് ഡാറ്റാബേസ്. സോ അതിന് ആ ഒരു പോയിന്റും കൂടെ നമ്മൾ എഴുതി ചേർത്താൽ മതി. ജീൻ ബാങ്ക് ഫയൽ ഫോർമാറ്റ് ഇൻക്ലൂഡ് പെർട്ടിക്കുലേഴ്സ് ലൈക്ക്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്ന മേജർ പോയിന്റ്സുകൾ ഇതിലേതെങ്കിലും ഒക്കെ കുറച്ച് പോയിന്റ് എഴുതിയിട്ട് എറ്റ്സെട്ര എന്ന് എഴുതിയാൽ മതി. സോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇറ്റ് റെപ്രസെന്റ്സ് എ ലോക്കസ്, ഇറ്റ് റെപ്രസെന്റ്സ് എ സോഴ്സ്, it represents the organism, it represents the authors. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും എഴുതാം. ഇത് മെയിനെ ഫോക്കസ് ചെയ്തിട്ട് എറ്റ്സെട്ര എന്ന് എഴുതാം. ഓക്കെ, എറ്റ്സെട്ര എന്ന് എഴുതിയതിന് ശേഷം യു വിൽ ബി കണ്ടിന്യൂയിങ് ദാറ്റ് സെന്റൻസ് ആസ് which make it a perfect non-redundant integral and consistent database. Okay, ഞാൻ എഴുതി വെക്കാം. ഞാൻ എന്താ പറഞ്ഞത്, ജീൻ ബാങ്ക് ഫയൽ ഫോർമാറ്റ് ഇൻക്ലൂഡ് പെർട്ടിക്കുലേഴ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ എഴുതുക. ഞാൻ ടിക്ക് ചെയ്തതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അത് എഴുതുക, എറ്റ്സെട്ര എന്ന് ചേർക്കുക. വിച്ച് മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് നോൺ റിഡണ്ടന്റ് ഇന്റഗ്രൽ ആൻഡ് കൺസിസ്റ്റന്റ് ഡാറ്റാബേസ് എന്ന് ചേർക്കുക. ഓക്കെ, അപ്പോൾ ജീൻ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ട സംഗതിയാണത്. നൗ ഇത്രയും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ എന്തൊക്കെയാണ്, ലോക്കസ് എന്താണ്, ഓതേഴ്സ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡെഫിനിഷൻ എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞതാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലം. ഓക്കെ, നിങ്ങളത് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നോട്ട് ദാറ്റ് ടേംസ് ഓൺലി. Now coming back to the features of gene bank. So gene bank provides information about, നിങ്ങൾ കുറേ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് എഴുതുന്ന പോലെ ഫീൽ ചെയ്യേണ്ട, നിങ്ങൾ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഇനി ജീൻ ബാങ്ക് പ്രൊവൈഡ്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല.
Gene bank provides information about a gene and their product, segments of biological significance in the submitted sequence, as well as other characteristics. Okay, it includes characteristics and the comma through gene, okay, small letter, through gene, there is a CDS and origin എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. എന്താണ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, ഇതെല്ലാം ക്യാപിറ്റൽ എഴുതാൻ മറന്നു പോകരുത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ജീൻ ആൻഡ് ദിയർ പ്രൊഡക്ട്സ്, സെഗ്മെന്റ്സ് ഓഫ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഇൻ ദ സബ്മിറ്റഡ് സീക്വൻസ്, ആസ് വെൽ ആസ് അതർ ക്യാരക്ടേഴ്സ് ത്രൂ ജീൻ, CDS ആൻഡ് origin. ഓക്കെ, ഇത്ര എഴുതി അവിടെ ക്ലോസ് ചെയ്യാം. നൗ അത്രയാണ് ജീൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ മൂന്നെണ്ണമാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, പ്രൈമറി ഡാറ്റാബേസിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. നൗ പ്രൈമറി ഡാറ്റാബേസിലുള്ള പ്രോട്ടീൻ ഡാറ്റാബേസിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. പ്രൈമറി ഡാറ്റാബേസിലുള്ള പ്രോട്ടീൻ ഡാറ്റാബേസിൻ്റെ സീക്വൻസ് നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം.